ഹായ് ഗായ്സ്, ദിസ് ഇസ് ജിൻജാങ്കോ. സോ തലവൻ കണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാം ഫീൽ ഗുഡ് പടത്തിൻ്റെ ഒരു ഉസ്താദായ നമ്മളെ മലയാളത്തിലെ അല്ലു അർജുൻ്റെ സൗണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ജിസ് ജോയ്, അദ്ദേഹത്തിൻ്റെ ഒരു ത്രില്ലർ പടം വന്നിരിക്കുകയാണ്. ഒരു സ്ഥിരം ടെംപ്ലേറ്റിൽ നിന്ന് വിട്ടിട്ട് ഒരു ത്രില്ലർ ജോണറിലുള്ളൊരു പുതിയ പടം വന്നിരിക്കുകയാണ്. ബിജു മേനോൻ അതുപോലെ തന്നെ ആസിഫ് അലിയെ വെച്ചിട്ട്, ആസിഫ് അലി ഒരു ഹിറ്റ് കോംബോ ആണല്ലോ. അതായത് ആസിഫ് അലി, ജിസ് ജോയ്, ഇതിനു മുമ്പ് വിജയ് സൂപ്പർ പൗർണമിയും അതുപോലെ തന്നെ നമ്മുടെ സൺഡേ ഹോളിഡേ ഒക്കെ വെച്ച് ഹിറ്റുകളുടെ ഒരു കോംബോ ആണ് അവർ. അതുപോലെ തന്നെ ബിജു മേനോനും നമ്മുടെ ആസിഫ് അലി ആണെങ്കിലും ഒരു ഹിറ്റ് കോംബോ ആണ്. ഓർഡിനറി ആണെങ്കിലും തണ്ണീർമത്തൻ ദിനങ്ങളാണെങ്കിലും എല്ലാം ഒരു ഹിറ്റ് കോംബോ ആയിരുന്നു. അപ്പോൾ രണ്ട് ഹിറ്റ് കോംബോകൾ ഒന്നിക്കുന്ന ഒരു പടമാണ് തലവൻ. സോ റിട്ടൺ ബൈ ശരത് പെരുമ്പാവൂർ, ആനന്ദ് തേവരക്കാട് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ അരുൺ നാരായണൻ, ബിനു സെബാസ്റ്റ്യൻ. മ്യൂസിക് ദീപക് ദേവ്. ദീപക് ദേവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, അസാധ്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ദീപക് ദേവ്. സോ പടത്തെക്കുറിച്ച് ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു പക്ക എൻഗേജിങ് ത്രില്ലർ, അതായത് ഒരു വേറെ ടൈപ്പ്. ഒരുപാട് ത്രില്ലേഴ്സ് ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പണ്ട് മുതൽ നമ്മൾ കണ്ടുവരുന്ന സേതുരാമയ്യർ ഉണ്ട്, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ട്രെൻഡ് സെറ്ററായി മാറിയിട്ടുള്ള അഞ്ചാം പാതിരുണ്ട്. അങ്ങനെ ഒരുപാട് ത്രില്ലേഴ്സ് നമുക്കിപ്പോൾ ഈ റീസെൻ്റായിട്ട് വന്നിട്ടുള്ളത് അന്വേഷിപ്പിൻ കണ്ടെത്തുവാണ്. ടൊവിനോ തോമസിൻ്റെ അന്വേഷിപ്പിൻ കണ്ടെത്തുമായിരുന്നു. പക്ഷേ ചില എല്ലാം ഇപ്പം ഇതുവരെ വന്നിട്ടുള്ള എല്ലാം പുതിയ നല്ല ത്രില്ലേഴ്സാണ്. പക്ഷേ ഇത് അതിൽ നിന്നും ഒരു വേറിട്ടൊരു ടൈപ്പ് സാധനം. അതായത് നമുക്കൊരു അന്വേഷണത്തിൻ്റെ ഒരു ഡബിൾ ഡുവോ, അതായത് രണ്ട് പേരാണല്ലോ, ഇപ്പോൾ ബിജു മേനോനുണ്ട് അതുപോലെ തന്നെ ആസിഫ് അലി ഉണ്ട്. അവരുടെ ഒരു ഡ്യുവോ സംഭവം കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഡുവൽ ഹീറോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണത്തിൻ്റെ വേറൊരു ടൈപ്പ് നമുക്കൊരു സംഭവം കിട്ടുവാണ് അതിനകത്ത്. സോ ഒരു നല്ലൊരു പടത്തിൽ ത്രൂ ഔട്ട് നല്ലൊരു എൻഗേജിങ് ആയിട്ട് നമുക്ക് പിടിച്ചിരുത്താൻ പറ്റിയൊരു ടൈപ്പ് പടമാണ് തലവൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിജു മേനോൻ, ആസിഫ് അലി കൂടാതെ ഒരുപാട് പേരുണ്ടായിരുന്നു. മിയ ഉണ്ട്, അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ആക്ടേഴ്സും എല്ലാം ഉണ്ട്. നമ്മൾ കണ്ട് പരിചയമുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരു മസ്റ്റ് വാച്ച് ത്രില്ലറാണ് സംഭവം. ഇപ്പം നമുക്കിപ്പോൾ ഇന്നലെ ടെർബോ ഇറങ്ങി, ഇന്ന് തലവൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കും ടെർബോക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു നല്ലൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് തന്നെ ആയിരിക്കും. കാരണം അത്രയും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഒരു ത്രില്ലർ എക്സ്പീരിയൻസാണ് നമുക്ക് തലവൻ തരുന്നത്. എല്ലാവരും പോയി കാണുക. ഒരു ടിക്കറ്റ് എടുത്ത് കാണാൻ വേർത്തിറ്റായിട്ടുള്ളൊരു പടം തന്നെയാണ് തലവൻ. ഒരു നല്ലൊരു ഈ സീസണിലുള്ള നല്ലൊരു പടം തന്നെയാണ്. നല്ലൊരു ത്രില്ലറാണ്. ത്രില്ലർ ജോണറിലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഞാനൊരു ത്രില്ലറിൻ്റെ ഒരു ഫാനാണ്. എനിക്ക് ആ ഒരു സ്റ്റഫ് വേണം പടത്തിൽ. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ പടമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും പടം ഇഷ്ടപ്പെടുന്നതായിരിക്കും. എല്ലാവരും പോയി കാണാം, തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സോ താങ്ക് യു സോ മച്ച്.